കേരള സാഹിത്യ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ഒരു മുഖം, സാഹിത്യവേദികളിലെ സുപരിചിത മുഖം. 101ാമത്തെ ബുക്ക് റിലീസ് ചെയ്യാനായി ദുബായിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരള സംസ്ഥാന അവാർഡുകൾ അനവധി രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി KP സുധീര ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മാം, സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ഷാർജ ബുക്ക് ഫെയറിലേക്ക് എത്തിയിരിക്കുകയാണ്. 101ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാണല്ലേ, ഒന്ന് വിശദീകരിക്കാമോ? അപ്പൊ എനിക്കിപ്പോ 95 ബുക്കാണുള്ളത്. 6 പുസ്തകങ്ങളായിട്ടാണ് ഞാനിപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ വന്നിട്ടുള്ളത്. 12ാമത്തെ പ്രാവശ്യമാണ്, 12ാമത്തെ വർഷമാണ് ഞാൻ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ചിലപ്പോൾ 2 ബുക്ക് അല്ലെങ്കിൽ 3 ബുക്ക് 4 ബുക്കൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയോ 6 പുസ്തകമായിപ്പോയി. കാരണം പല പബ്ലിഷേഴ്സ് ചോദിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ 2 കഥാസമാഹാരങ്ങൾ, 2 കവിതാ സമാഹാരങ്ങൾ, പിന്നെ ഒരു പുസ്തകം, പിന്നെ കബി കബി മേരെ ദിൽമേ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഉറുദു ഗസലുകളുടെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ അങ്ങനെ 6 പുസ്തകങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് ബാലസാഹിത്യമാണ്. അങ്ങനെ 6 പുസ്തകങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത ഊർജ്ജമാണ്. നമ്മൾ ആ ഒരു തീർത്ഥാടനത്തിന് വരുന്ന പോലെയാണ്. പുസ്തകങ്ങൾക്കിടയിലൂടെ അതിൻ്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഈ പുസ്തകങ്ങൾ കുറച്ച് പേരേ ഉള്ളെങ്കിൽ അവരുടെ മുൻപിൽ വെച്ചിട്ട് നമ്മളിന്ന് റിലീസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഓരോ എഴുത്തുകാരുടെയും സ്വപ്നം എല്ലാ വർഷവും. അപ്പോൾ അതിനൊരു നല്ല ഗുണമുള്ളത്, നമ്മൾക്ക് ഈ ബുക്ക് ഷാർജയിൽ വെച്ച് റിലീസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഓർമ്മ കൊണ്ട് നമ്മൾ പെട്ടെന്ന് പുസ്തകം തീർക്കും. അതുകൊണ്ട് മിക്ക എഴുത്തുകാരും ഒരു വർഷത്തിൽ ഒരു പുസ്തകമെങ്കിലും എഴുതിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണവശം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 6 പുസ്തകങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് എഴുതിയതാണോ? അതിന് വെച്ചാൽ ഒരു പുസ്തകം തന്നെ എഴുതാനായിട്ട് നമുക്ക് പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ചേച്ചി ഈ 6 പുസ്തകം ഈ ഒരു വർഷം കൊണ്ട് 6 പുസ്തകം ഞാൻ എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു വർക്ക് എത്ര വലിയ വർക്കാണെങ്കിൽ വലിയ പുസ്തകമാട്ടോ ഞാൻ ഇറക്കുക. പിന്നെ അപ്പം അങ്ങനെ ഈ ഒരു പുസ്തകത്തിൻ്റെ പണി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അടുത്ത പ്രൊജക്റ്റിൻ്റെ മനസ്സിലുള്ളത് ഞാൻ പ്രാവർത്തികമാക്കും. അപ്പം അങ്ങനെ രാവും പകലില്ലാണ്ട് എഴുതുന്നു. പിന്നെ ഞാൻ രാത്രി എഴുതുന്നു. പിന്നെ യാത്രയാണല്ലോ അധികം. പിന്നെ എഴുതാനുള്ള കയ്യൊഴിവ് കിട്ടൂല, കാരണം അത്രയും പ്രസംഗങ്ങളാണ് നാട്ടിൽ വന്നാലും. അപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തീവണ്ടി മുറിയിൽ എൻ്റെ റൂമിൽ ഒക്കെ വെച്ചിട്ട് ഞാൻ എഴുതും. അപ്പം പല നാടുകളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ സ്ഥലത്തും പോവുക പ്രോഗ്രാമിന്. ആരും ഒരാളെ കൂട്ടിയിട്ടൊന്നും പോകാറില്ല. അപ്പോൾ അവർ പറയും, മാഡം ഒരു ലേഡീനെ വേണമെങ്കിൽ തരാൻ പറയും ചിലർ. അപ്പം ഞാൻ പറയും, വേണ്ട, എനിക്ക് എഴുതാനുള്ളതാണ്. അങ്ങനെ ഞാൻ അവരെ പ്രോഗ്രാം എത്തുന്നവരെ ഞാൻ എഴുതിയിരിക്കും. അപ്പോൾ അവർ വൈകുന്നേരം വരുന്നെങ്കിൽ ഉച്ച വരെ ഞാൻ എഴുതും. അവർ വന്നാൽ ഡ്രസ്സ് ചെയ്തവരെ കൂടെ പോകും. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പോൾ ചെയ്യാറ്. അങ്ങനെയാണ് ഇത്രയും പുസ്തകം ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും ഒരു പിന്നെ എന്താ പറയുക, അവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എഴുതാൻ സമയം തികയില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് ഞാൻ തീവണ്ടി മുറിയിലും എയർപോർട്ടിലും ഒക്കെ ഇരുന്ന് എഴുത്ത് തുടരുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സമയമില്ല എന്ന് പറയുന്നവർക്ക് അതൊരു തീർച്ചയായും ഒരു പ്രചോദനം തന്നെയാണ്. മാം, എന്നാണ് ഈ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആ സാഹചര്യം എന്തായിരുന്നു? അത് കുട്ടിക്കാലം മുതൽ. കാരണം എൻ്റെ അച്ഛനും എഴുതുമായിരുന്നു. ഞങ്ങളെ വീട്ടിൽ എല്ലാ എഴുത്തുകാരും വരും. കോഴിക്കോട്ട് വരുന്ന എഴുത്തുകാരൊക്കെ ഞങ്ങളെ വീട്ടിലും. അപ്പോൾ അവിടുന്ന് പലരും ഭക്ഷണം കഴിക്കുക. SK പൊറ്റക്കാടിൻ്റെ അയൽവാസിയാണ് ഞങ്ങളാണ് ആദ്യം വന്നത്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു SK. അപ്പോൾ SKയും അതുപോലെ SK ഉറൂബ്, തിക്കോടിയൻ, കടവനാട് കുട്ടിക്കൃഷ്ണൻ, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ ഞങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട് വീട്ടിൽ. പണ്ടത്തെ കളപ്പുര എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്താൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വീട്. അവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഈ എഴുത്തുകാരൊക്കെ ചർച്ച ചെയ്യുക. നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കും. ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഞങ്ങളുടെ വീട്, തറവാട്. അപ്പോൾ അങ്ങനെ എഴുത്തുകാരുമായിട്ടുള്ള സംസർഗമാണ് ഞങ്ങൾക്കുണ്ടായത്. പിന്നെ എല്ലാവരും എഴുത്തുകാരും ഒപ്പിട്ട പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള വള്ളിക്കുടിലുകളായിരുന്നു സാഹിത്യം. അപ്പോൾ ഈ സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച ആളാണ് ഞാൻ. കാരണം അത്രയും പുസ്തകം, അച്ഛന് ബുക്ക് സ്റ്റോളായിരുന്നു. പിന്നെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ എല്ലാ വലിയ അളമാര നിറയെ പുസ്തകമായിരിക്കും. ഇതൊക്കെ വായിക്കാൻ, ഇന്ന ബുക്ക് വായിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല.
മാധവിക്കുട്ടീൻ്റെ എൻ്റെ കഥ വന്നപ്പോൾ മാത്രം എല്ലാ മാഗസിനും വരുത്തൂട്ടോ ഞങ്ങളുടെ വീട്ടിലും. അപ്പം അന്ന് മലയാള നാട്ടിൽ ഇത് വരുമ്പോൾ മാത്രം ഞാനാണ് ഏറ്റവും ആദ്യം വായിക്കുന്ന ആൾ വീട്ടിലും. ഞങ്ങൾ ചാരുപടിയിൽ പത്രവും മാഗസിനും വന്ന് വീഴുമ്പോൾ അത് ആ ഒച്ച കേൾക്കാൻ വേണ്ടി കുട്ടിയായ ഞാൻ കാത്തിരിക്കും. പക്ഷെ അമ്മ അന്ന് ഈ മലയാള നാട് വരുന്ന സമയത്ത് ഇത് മാത്രം കാണൂല. കാരണം അതിൽ എൻ്റെ കഥ വന്നിരുന്നു. അത് കുട്ടികൾ വായിക്കേണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തെ ഞാൻ എഴുതി തുടങ്ങിയപ്പം വളരെ അടുപ്പമായിരുന്നു. ഒരുപാട് സംസാരിക്കുമായിരുന്നു ഫോണിൽ. അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിച്ചൊരു എഴുത്തുകാരിയാണ് അവർ. തീർച്ചയായും മാധവിക്കുട്ടിയെ പോലുള്ള വലിയ എഴുത്തുകാരിയുടെ ആ ഒരു സ്നേഹമൊക്കെ അനുഭവിക്കാൻ പറ്റാന്ന് പറയാൻ തന്നെ ഒരു വലിയ ഭാഗ്യമാണല്ലേ. അപ്പോൾ ഈ നമ്മുടെ എഴുത്തിനെ കുട്ടിക്കാലത്ത് തൊട്ട് തുടങ്ങിയ എഴുത്താണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ? അല്ല, അത് പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് അത് ഞാനിപ്പോൾ കല്യാണത്തിന് മുൻപൊക്കെ എഴുതിയതൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അന്നൊക്കെ കാനന മധ്യത്തിലെ മുക്കുറ്റി പൂ പോലെ ഞാൻ എൻ്റെ എഴുത്തിന് ആരും വീട്ടുകാരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ആരെയും കാണിക്കാറുമില്ല. പക്ഷെ കോളേജിലെത്തിയപ്പം മത്സരം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ എനിക്ക് അവാർഡ് കിട്ടി. അപ്പോൾ അമ്മ വളരെ സാഹിത്യപ്രേമിയായിരുന്നു. അമ്മയും ചെറിയ നാടകമൊക്കെ എഴുതിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും സാഹിത്യത്തിന് കമ്പാണ്. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലം അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എഴുത്തുകാരി എന്നുള്ള നിലയിൽ അറിയപ്പെട്ടത്. അന്ന് അവാർഡ് കിട്ടിയപ്പം പിന്നെ ഓൾ കേരള ലിറ്റററി കോമ്പറ്റീഷനായിരുന്നു. പ്രൊവിഡൻസ് കോളേജിൽ നിന്നും എൻ്റെ കഥ പോയി. അങ്ങനെ സമ്മാനം കിട്ടിയപ്പോൾ ആ എഴുതുന്ന സുധീരയാണെന്നാണ് കുട്ടികൾ. ഞാനൊരു പാവാണ്, കോളേജിലൊക്കെ ആരോടും സംസാരിക്കേണ്ട ഒരു മൂലയിലുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും അറിഞ്ഞത് ആ എഴുതുന്ന സുധീര എന്നുള്ളൊരു പേര്. പിന്നെ കോളേജ് മാഗസിനിലൊക്കെ കഥ ചോദിക്കും, കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ പ്രായത്തിൽ തന്നെ ഞാൻ എഴുത്തുകാരി എന്നുള്ള നിലയിൽ അറിഞ്ഞെങ്കിലും പിന്നെ എനിക്ക് കുട്ടികളായതിനു ശേഷമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. എൻ്റെ അമ്മ പറയുമായിരുന്നു, കുട്ടി നീ അയച്ചു കൊടുക്കുക കഥ മാതൃഭൂമിക്കൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കഥയൊന്നും അങ്ങനെയല്ല. അപ്പം ഞാൻ എം കൃഷ്ണൻ നായരെ കൃതികൾ എപ്പോഴും എം കൃഷ്ണൻ നായർ നിരൂപണം വായിക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ പറയാം, അയ്യോ എൻ്റെ എന്നെ വധിച്ചു കളയുക അദ്ദേഹം, ഞാൻ എന്തെങ്കിലും എഴുതിയാൽ ഇതൊന്നും കഥയല്ല, നിങ്ങൾ പറയും പോലെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതൃഭൂമിയുടെ പുരസ്കാരം കിട്ടി. പിന്നെ ഗൃഹലക്ഷ്മി വേദി സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ മത്സരത്തിൽ 1600 കഥകളിൽ നിന്ന് എൻ്റെ കഥ തിരഞ്ഞെടുത്തു. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നു. പിന്നെ ഞാൻ അമ്മ പറഞ്ഞു, എഴുതൂ കുട്ടി കൊടുക്ക് വന്നിട്ടുണ്ട് പത്രത്തിൽ. ഞാൻ പറഞ്ഞു എന്തിനാ അയക്കുന്നത്. അങ്ങനെ ഞാനൊരു പ്ലേഗ് കഥ എഴുതി. അന്ന് ഗുജറാത്തിൽ പ്ലേഗ് ഉണ്ടായി. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടിയ 1600 കഥകൾ തിരഞ്ഞെടുത്ത. അപ്പം MTൻ്റെ ഇത് വന്ന് എനിക്ക് MTൻ്റെ ടെലഗ്രാം, അന്നൊക്കെ ടെലഗ്രാമാണ് വരിക. MTൻ്റെ ടെലഗ്രാം നിങ്ങളുടെ കഥയാണ് ആദ്യത്തെ 1600 കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം സമ്മാനം വാങ്ങാൻ വരണം. അപ്പം അതാണ് എനിക്ക് കിട്ടിയ പുരസ്കാരത്തേക്കാൾ വലിയ പുരസ്കാരം. MTയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ടെലഗ്രാം. മാം, എന്താണ് ഈ കഥകളിൽ ഉള്ളടക്കമായിട്ട്? ഇപ്പൊ നമുക്കറിയാം മാധവിക്കുട്ടി എന്ന് പറഞ്ഞ പ്രണയത്തിന്റെ രാജകുമാരി എന്നാണ് പറയുന്നത് അല്ലേ. മാധവിക്കുട്ടിയുടെ എഴുത്തുകളിലെല്ലാം പ്രണയമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കണ്ടന്റ് ഉണ്ടോ, അതോ എന്താണ് കൂടുതൽ? അതേപോലെ എൻ്റെ കഥകളെല്ലാം തന്നെ, എൻ്റെ കഥകളുടെ പേര് തന്നെ അങ്ങനെയാണ്. പ്രണയ നഗരം, പ്രണയം മധുരം, പിന്നെ പ്രണയ മർമ്മരങ്ങൾ, പ്രണയ ദൂത്. എൻ്റെ കഥകളിലൊക്കെ അതിൻ്റെ എന്താ പറയുക അന്തർധാരയായിട്ട് പ്രണയമാണ്. അപ്പൊ അതിൽ എല്ലാ വിഷയവും ഉണ്ടെങ്കിലും കൂടി പ്രണയത്തിനെയാണ് ഞാൻ കൂടുതൽ ആവിഷ്കരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ MT എന്നോട് പറയുന്നു എപ്പോഴും, പിന്നെ ഇത്രയധികം പിന്നെ വിഷയങ്ങൾ ഇത്രയധികം ബ്രാഞ്ചിൽ എഴുതിയ ആൾക്കാർ വരില്ല, അത്രയും കുട്ടി ഇത്രയും ബ്രാഞ്ചിൽ എഴുതിയില്ലേ. അപ്പൊ ഞാൻ എല്ലാ ബുക്കും, ഞാനും അദ്ദേഹത്തിന്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ വീടെടുത്തത്. അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ആ വീടെടുത്തത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാനൊരു ബുക്ക് എഴുതിയിരുന്നു, പിന്നെ MT പിന്നെ ഏകാഗിതയുടെ വിസ്മയം എന്നിട്ട്. അപ്പം അതിനുവേണ്ടി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിലും ഞാൻ എഴുതിയ ആദ്യ ബുക്ക് MTക്കാണ് കൊടുക്കുക. പലരും അങ്ങനെ കൊടുക്കൂട്ടോ, ഞാൻ മാത്രമല്ല. അപ്പോൾ അദ്ദേഹം പിന്നെ ഓരോ ബുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാക്കുക, അയ്യോ എപ്പോഴാ കുട്ടി ഇതൊക്കെ എഴുതുന്നത്, ഇത്രയധികം പുസ്തകം, ഇത്രയധികം സാഹിത്യത്തിനോട് ഇങ്ങനെ ജോലി ചെയ്ത് ബാങ്കിൽ മാനേജറായിരുന്നു. ബാങ്കിൽ മാനേജറായി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും. എന്നിട്ട് ഞാൻ വന്നിട്ട് എഴുതും. അപ്പോൾ MT പറയും, ഇത്രയും ജോലി ചെയ്തിട്ട് എങ്ങനെ കുട്ടി ഇത്ര എഴുതുന്നു. അതിന് അദ്ദേഹത്തിന് തന്നെ വലിയ മതിപ്പുണ്ടായിരുന്നു ഞാൻ എഴുതുന്നത്. എഴുത്ത് മാത്രമല്ല, മമ്മിനെ സംബന്ധിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്രയെ ഇഷ്ടപ്പെടുന്ന അല്ലെ, ആ യാത്ര അനുഭവങ്ങളോട് തങ്ങളുടെ കഥകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ്. എന്ന് തൊട്ടാണ് യാത്രയെ സ്നേഹിച്ചു തുടങ്ങിയത്? യാത്ര ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇന്ത്യന്ന്
നമ്മൾ ക്ഷണിക്കുകയാണല്ലോ ആൾക്കാർ. ഇപ്പോൾ ബോംബെയിലുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻ നമ്മൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകുന്നു. അതേപോലെ ഇപ്പോൾ തിരുവനന്തപുരം ആയാലും പല പല സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഇന്ത്യ മുഴുവൻ ഏകദേശം എല്ലാ സ്റ്റേറ്റും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എന്നെ ഓൾ ഇന്ത്യ പോയറ്റസ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലൊരു സംഘടന ഉണ്ട്, എഴുത്തുകാരികൾ. അപ്പോൾ അവരെ എല്ലാ പരിപാടിയിലും എന്നെ ക്ഷണിക്കും. അങ്ങനെ ഞാൻ അമേരിക്ക, ആഫ്രിക്ക, UK, അങ്ങനെയല്ല, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ 46 രാജ്യത്ത് എഴുത്തിന്റെ പേരിൽ മാത്രമാണ് ഞാൻ പോയത്. അതിലൊന്ന് അസർബൈജാനിൽ എൻ്റെ മകൻ താമസിക്കുന്നതുകൊണ്ടും പിക്ക എന്നാണ് ഭാര്യന്റെ പേര്. അപ്പൊ അവള് അവിടുത്തെ കാര്യമാണ്. അതുകൊണ്ട് അവരവിടെ സെറ്റിൽ ചെയ്ത്, അതുകൊണ്ട് അവിടെ പോയിട്ട് 2 മാസമൊക്കെ ഞാൻ താമസിക്കും. അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ് വീഴുന്ന മാസങ്ങളിലൊക്കെ ഭയങ്കര അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിനെ സംബന്ധിച്ച കഥകൾ എന്തെങ്കിലും ഉണ്ട്? കഥയല്ല, ഒരു അസർബൈജാനിലെ അരുണോദയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അസർബൈജാനിലുള്ള ആൾക്കാരൊക്കെ അറിയുന്നതിനേക്കാളും വിവരം അതിലുണ്ട്. ആ നാടിനെ പറ്റി അവർക്ക് അറിയുന്നതിനും കൂടുതൽ അറിവുകൾ ഞാൻ സംഭരിച്ചിട്ട് പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഷാർജയിൽ നിന്നാണ് റിലീസ് ചെയ്തത്. പിന്നെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ അവിടെ ക്ഷണം ഉണ്ടായിട്ട് ഞാൻ പോയിരുന്നു. അവിടുന്നാണ് ഈ ബുക്ക് ആദ്യം റിലീസ് ചെയ്തത്, ഫ്രാങ്ക്ഫർട്ട് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ. അപ്പൊ ഈ യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? പക്ഷെ ഈ യാത്രകൾ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റിലിരുന്നാണെങ്കിലും എയർപോർട്ടിലിരുന്നാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അപ്പൊ യാത്രയിലാണ് ഞാൻ ഏറ്റവും അധികം എഴുതുന്നത്. കാരണം എന്റെ തീമുണ്ട്. അപ്പൊ എന്നോട് എയർപോർട്ടിലുള്ള ഒരാൾ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഖത്തർ വഴിയാണ് പോയത്, 5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 5 മണിക്കൂറിനെ കൊണ്ട് എനിക്ക് കബി കബി മേരെ ദിൽ മേ തീർക്കണം. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാണ് വെയിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഒരാളിനോട് ആയോ ടീച്ചർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ടീച്ചറല്ല, ഐ മീൻ ഓത്തർ എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളെ വിൽ പവർ ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഗേറ്റിലുള്ളവരോടൊക്കെ ഈ മനുഷ്യൻ പോയി പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഓഫീസറാണ്, ഭയങ്കര സന്തോഷം ഓത്തറാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എഴുത്തുകാർക്ക് കിട്ടുന്ന ബഹുമതി, സ്നേഹം, ആദരവ്, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഒരുപാട് അവാർഡുകൾ അല്ലെ, കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തമേറിയ ഒരു അവാർഡ് ഉൾപ്പെടെ ഏകദേശം 56-ലധികം അവാർഡുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാമോ? അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നിൻ്റെ അവസാനമല്ല, അല്ലെങ്കിലും ഒന്നിൻ്റെ ആദ്യം, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ മഹാനാവുന്നില്ല. പക്ഷെ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ 1000 കയ്പുകൾക്കിടയിൽ ലഭിക്കുന്ന മധുരമാണ്. കാരണം നമ്മൾ എഴുതുക, ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേജ് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ സന്ധ്യക്ക് അറിയാലോ, എഴുത്തുകാരിയല്ല. അപ്പോൾ എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹനവും സമരവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ സത്യത്തിൻ്റെ തെളിനീര് കാണിച്ചു കൊടുക്കണം. അത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ശരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നും, അല്ലെ? എന്തൊരു അർത്ഥശൂന്യമാണ് ഈ ജീവിതം തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യാശയിലേക്കുള്ളൊരു പാലമാണ് പണിയുന്നത്. അതാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 1000 കയ്പുകൾക്കിടയിൽ കിട്ടുന്ന ഇത്തിരി മധുരമായിട്ടാണ് ഞാൻ അവാർഡിനെ കാണുന്നത്. അല്ലാതെ അവാർഡിലൊന്നും അഭിരമിക്കുന്ന ആളല്ല ഞാൻ. അത് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് കിട്ടുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മൾ ഏതോ മൂലയിൽ ഇരുന്ന് എഴുതുന്ന നമ്മുടെ കുറച്ച് വരികളെ ഏതോ ഹൃദയങ്ങൾ സ്വീകരിക്കുന്നു, അതിന് പാരിതോഷികമായിട്ട് അവാർഡ് തരുന്നു, ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മളൊന്നും ആരും ആണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഇപ്പം മൊത്തം എത്ര വർഷമായി മാം എഴുത്ത് തുടങ്ങിയിട്ട്, ഈ എഴുത്തിന്റെ ഒരു ലോകത്തിലായിട്ട്? 30ന്റെ അടുത്തായിട്ടുണ്ടല്ലേ? 30 കഴിഞ്ഞു. 92-ലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ 92-ലാണ് ഞാൻ അറിയപ്പെട്ടത് എഴുത്തുകാരിയായിട്ട്. അപ്പോൾ ആദ്യം അവാർഡ് കിട്ടി വന്നതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. കാരണം എഴുത്തുകാരി എന്നുള്ള അറിയപ്പെടാൻ തുടങ്ങിയ ആളുകൾ വീക്ക്ലീസൊക്കെ എന്നോട് ഇങ്ങോട്ട് കഥ ചോദിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരു എഴുത്തുകാരി ഇവിടെ ഉണ്ട്, പിന്നെ എല്ലാ സ്റ്റേജിലും ഉണ്ടാവും. അപ്പൊ MT എപ്പോഴും എന്നോട് പറയും, മാതൃഭൂമിയിലൊക്കെ ഒരുപാട് കഥ വന്നിട്ടുണ്ട്, MT പത്രാധിപരായിരിക്കുമ്പോ MT ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ, നന്നെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ MT എനിക്ക് ഒരിക്കൽ കത്ത് എഴുതിയിരുന്നു, ഉള്ളിലെ കണ്ണിൽ കെടാതെ സൂക്ഷിക്കുക, ഇത് പോരാ, ഇനി എഴുത്തുകാരുടെ മുൻനിരയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 1 കൊല്ലം കൊണ്ട് തന്നെ ഞാൻ എഴുത്തുകാരുടെ കൂടെ മുൻനിരയിൽ ഇരിക്കാൻ തുടങ്ങി. ONV കുറുപ്പിൻ്റെ, അഴീക്കോട് മാഷിൻ്റെ ഒക്കെ. അപ്പം 2 റോ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ ഞാൻ വേഗം പിന്നോട്ട് പോകും. ഞാൻ ജൂനിയർ അല്ലേ വെച്ചിട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നു പറയും. അങ്ങനെ അഴീക്കോട് മാഷിൻ്റെയും ONV സാറിൻ്റെയും N മോഹനൻ സാറിൻ്റെയും ഒക്കെ സ്നേഹവും കരുതലും ഒക്കെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിത്യചൈതന്യ യതി അവരൊക്കെ
ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അന്നൊക്കെ ഞാൻ എഴുതുമ്പോൾ സീനിയേഴ്സിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടാണ് വന്നത്. അവർ പറയും ഇനി എഴുതണം. ഇപ്പോൾ ഒരു കവിത ഞാൻ എഴുതിയാൽ ONV കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സുധീര ഇനിയും കവിത എഴുതണം കേട്ടോ, നല്ല രസമുണ്ട് വായിക്കാൻ. അപ്പോൾ അങ്ങനെ അതേപോലെ പിന്നെ എന്താണ് ഗിരീഷ് പുത്തഞ്ചേരിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പോൾ ഗിരീഷ് എന്നോട് പറയും, നീ കൂടുതൽ എഴുതണം, നീ പിശുക്കി പശുവാണ് എന്നോട് പറയാം, നീ എല്ലാം കൂടുതൽ എഴുത് സുധീര, നീ കവിത എഴുത്. പിന്നെ എനിക്ക് ഉറുദു അറിയുന്നത്, ഉറുദു ഹിന്ദി ഒക്കെ എനിക്ക് അറിയുന്നത് അദ്ദേഹത്തിന് MTക്കൊക്കെ വലിയ കാര്യമായിരുന്നു. അത് വീരേന്ദ്രകുമാർ സാറ് ഒക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആളാണ്. അദ്ദേഹം ഒന്നില്ല, പക്ഷെ അദ്ദേഹം എഴുത്തിന് ഇത്രയധികം പുസ്തകം എഴുതുന്നതിന് വളരെയധികം അത്ഭുതത്തോടു കൂടി കണ്ട ആളാണ്. എപ്പോഴാണ് കുട്ടി ഇതൊക്കെ എഴുതുന്നത്, എപ്പോഴാണ് നീ ഇത് എഴുതുന്നത് ചോദിക്കും. അങ്ങനെ MTയുടെ ഒക്കെ അനുഗ്രഹം MT കടന്നു പോകുന്നവരെ MTൻ്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്ര വയസ്സായിട്ടാണ് പോയതെങ്കിലും ആ ഒരു ശൂന്യത ഇപ്പോഴും മറക്കാനാവുന്നില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഗുരുത്വം തന്നെയാണ് ഇത്രയധികം പ്രഗത്ഭരായ എഴുത്തുകാരുടെ സാഹിത്യകാരുടെ കൂടെ ഇരിക്കാനും നടക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തി തന്നെയാണ് മാം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യാത്രകളൊക്കെ ചെയ്യുമ്പം നമ്മൾക്ക് മറ്റു രാജ്യങ്ങൾ എവിടെയെങ്കിലും ഇത്രയും യാത്രകൾ ചെയ്ത അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ഒരു ഓഥർ എന്ന നിലയ്ക്ക്? അവിടുന്നാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ എനിക്ക് കിട്ടിയത്. അവിടുന്ന് കിരീടം സാഷ് അണിയിച്ചിട്ട് മിസ് റോം പിന്നെ അങ്ങനെ പല പല വേദികളിലും ഞാൻ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയധികം രാജ്യങ്ങളിൽ. കേരളത്തിൽ നിന്ന് കിട്ടിയതിൻ്റെ ഇരട്ടി സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത് വിദേശത്തു നിന്നാണ്. അമേരിക്ക, സിംഗപ്പൂര്, പിന്നെ റഷ്യ, അങ്ങനെ കുറെ മിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ ശരിക്കും ഒരു മലയാളി എന്ന നിലയിൽ അല്പമെങ്കിലും എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയൊരു നിമിഷം തന്നെയാണ് മാം ഇപ്പൊ പറഞ്ഞത്. എനിക്കിപ്പോ കുട്ടികൾ എന്താ വെച്ചാൽ പുതിയ എഴുതുന്ന ആളുകളോട് ഞാൻ എപ്പോഴും അവരൊരു സർഗാത്മകതയുടെ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, എഴുതണം. അങ്ങനെ എത്രയോ പേര് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അവതാരിക എഴുതി കൊടുക്കും, പുസ്തകം എഴുതാനുള്ള പബ്ലിഷറെ കൊടുക്കും. അങ്ങനെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യണമെന്ന് പറയും, കുറച്ച് സാമ്പത്തികമായ കഴിവുണ്ടെങ്കിലും. അങ്ങനെ ആണും പെണ്ണുമായിട്ട് ഒരുപാട് എഴുത്തുകാരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സർഗാത്മകത ഇല്ലാന്ന് തോന്നിയാൽ ഞാൻ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കൂല. കാരണം നമ്മൾ എഴുതണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവര് എന്തിനാ എഴുതുന്നത്, അവര് പിന്നെ സെലിബ്രിറ്റി ആവാൻ വേണ്ടി എഴുതുന്നവരുണ്ട്. അതെനിക്ക് ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. പിന്നെ വൃദ്ധാസ്തുതി നടത്തൂല. അങ്ങനെ വൃദ്ധാസ്തുതി നടത്താത്തത് കൊണ്ട് എന്നോട് ശത്രുവായ ആൾക്കാരുണ്ട്. കാരണം അവരൊരു ഇത് എഴുതി, ഞാനൊന്നും അവരെ പറ്റി എഴുതിയില്ല. അവരെ ഞാൻ വലിയ കേമമാണ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ കഥയൊക്കെ എഴുതിയാൽ നമ്മളൊന്നും പുകഴ്ത്താൻ പാടില്ല, കാരണം പിന്നെ വളരാൻ പറ്റില്ല. നമ്മളെപ്പോഴും വിമർശിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ പിന്നെ നന്നായിട്ടുണ്ട് എന്ന് പറയാന്നല്ലാണ്ട് അതിനെപ്പറ്റി പുകഴ്ത്തലുകൾ അധികം പുകഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും, ഞാനും ഇപ്പൊ ഒരു നല്ല കഥ ഇതുവരെ എഴുതി, നല്ലൊരു കവിത എഴുതി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് പിന്നെ ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ സ്റ്റിൽ എന്ന് പറഞ്ഞ പോലെ ഇനി ഞാൻ എഴുതാനിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആരുമല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഏതോ തലവിന്യാസത്തിലേക്ക് സ്ഫോടനം ചെയ്യുന്നത്. ഞാൻ എല്ലാമാണ്, ഞാൻ വലിയ എഴുത്തുകാരിയാണ്, ഞാൻ വലിയ എഴുത്തുകാരനാണ് എന്നുള്ള ധാരണ ഉണ്ടായി അവിടെ നമ്മുടെ വളർച്ച നിൽക്കുകയാണ്. അതേപോലെ എഴുത്തുകാരികളാവുമ്പോൾ നമ്മൾ വിനയവും സ്നേഹവുമാണ് വേണ്ടത് മറ്റുള്ളവരോട്, അല്ലാതെ സ്പർദ്ധയും അസൂയയും ഒക്കെ വെച്ച് പുലർത്തുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എഴുത്തിൻ്റെ ലോകത്ത് ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. കാരണം അതൊന്നും എൻ്റെ കാര്യമേ അല്ല, എനിക്ക് എഴുത്താണ് എൻ്റെ വിഷയം. അപ്പം ഞാൻ അങ്ങനെ ഒരു കോക്കസിനും ഒന്നിനും നിൽക്കാതെ എഴുതുന്ന ആളായതുകൊണ്ടാണ് ഇത്രയും പുസ്തകമായത്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ മാം എഴുത്തെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിരിക്കുന്ന 51 അക്ഷരത്തിൽ നിന്നാണ് ഇത്രയധികം വ്യത്യസ്തങ്ങളായ കഥകളും കവിതകളും ലേഖനങ്ങളും. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് എഴുത്ത് അല്ലെങ്കിൽ അക്ഷരങ്ങളുടെയുമായ ലോകം എന്ന് പറയുന്നത്. ഇപ്പം ഏകദേശം 30 വർഷത്തിന് മുകളിലായി മാം ഈ ഒരു എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നിട്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും വേദനിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന ആളുകള് നമ്മളെ തിരിഞ്ഞു കുത്തുമ്പോഴാണ് നമ്മളെ വിഷമം ഉണ്ടാവുക. കാരണം ഞാൻ അവർക്ക് അവതാരിക എഴുതി കൊടുക്കുന്നു, അവർക്കെല്ലാം ചെയ്യുന്നു, പക്ഷെ പുസ്തകം ആയിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ട, ആ പുസ്തകം തരുകയില്ല. പിന്നെ അതുമല്ല അവര് വലിയ ആളായി ഒരു പുസ്തകം എഴുതിയാൽ അവർ ലോകം കീഴടക്കി എന്നുള്ള മട്ടിലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല, അങ്ങനെ പാടില്ല. കാരണം ഒരു പുസ്തകം എഴുതിയാൽ നമ്മൾ എഴുത്തുകാരിയാവുന്നില്ല, അല്ലെങ്കിൽ നമ്മളൊരു ഓർമ്മക്കുറിപ്പ് എഴുതിയാൽ നമ്മൾ എഴുത്തുകാരിയാവുന്നില്ല. നമ്മളെ ആരാണ് എഴുത്തുകാരനാക്കുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരിയാക്കുന്നത് സമൂഹമാണ്. അവര് പറയണം നിങ്ങൾ എഴുത്തുകാരിയാണെന്ന്. വർഷങ്ങളെ കൊണ്ടാണ് നമ്മളൊരു എഴുത്തുകാരിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരു ബുക്ക് 2 ബുക്കൊന്നും എഴുതിയിട്ട് കാര്യമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത് എഴുതണമെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ശൂന്യതാബോധം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ബാഹ്യലോകവും മനുഷ്യ മനസ്സവുമായിട്ടുള്ള ഒരു തെറ്റിപ്പിരിയൽ, ഈ തെറ്റിപ്പിരിയൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിൻ്റെ അന്ന് രക്ഷപ്പെടണം. അതിന്ന് നമ്മൾ രക്ഷപ്പെടാനാണ് ഒരു പ്രത്യാശയിലേക്കുള്ള ഒരു പാലമാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു തോന്നൽ, ആ ഏകാഗ്രതയാണ് എഴുത്തുകാരുടെ ഊർജം. ഏകാഗ്രതയാണ് എഴുതാനുള്ള ഊർജം. അതാണ് സർ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട്, ദിൽ മേരാ സാസേം ജഹാം സെ ജൽ ഗയ. എൻ്റെ അന്തരാത്മാവ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ മൗനമായ അഗ്നി പോലെ ആളിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഉറുദുവിൽ എഴുതിയതാണ്. അപ്പൊ ഏകാഗ്രതയാണ് നമ്മുടെയൊക്കെ ഊർജം. അപ്പം ആ ഏകാഗ്രത ഇല്ലാത്തവർ എല്ലാവരെയും കൂടെ ചിരിച്ചും കളിച്ചും നടന്ന് ഞാനൊരു പുസ്തകം എഴുതട്ടെ എന്ന് വിചാരിച്ച് എഴുതുന്ന ഞാൻ സെലിബ്രിറ്റി ആവുമെന്ന് ഒരിക്കലും വിചാരിക്കാതെ അങ്ങനെയുള്ളവരെ എഴുതരുത്. ശരിക്കും സമൂഹത്തിന് ഗുണം ചെയ്യണം, സത്യത്തിൻ്റെ തെളിനീര് അവർക്ക് സമ്മാനിക്കണം. അപ്പം മാത്രമാണ് നമ്മൾ എഴുത്തുകാരി സമൂഹത്തിന് ഗുണം ചെയ്യുള്ളൂ. മാം നാളെ, അതായത് 13-ാം തീയതി ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ, ഇതിൽ 2025 ബുക്ക് ഫെയറിൽ 6 പുസ്തകങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. അങ്ങനെ 101 പുസ്തകങ്ങൾ തികയുകയാണെന്ന്. അങ്ങനെ ഒരു ധന്യ മുഹൂർത്തമാണ്. നമുക്കറിയാം നമ്മുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടിയാണ് അല്ലെ, നമ്മൾ പ്രസവിച്ചെടുക്കുന്ന അക്ഷരങ്ങൾ പ്രസവിച്ചെടുക്കുന്ന ഒരു കുഞ്ഞാണ്. ഇപ്പൊ ഞാൻ മാമിനോട് ഇരിക്കും 101 പുസ്തകങ്ങളിൽ മാം ഹൃദയത്തോട് ഏറെ ചേർത്ത് വെക്കുന്ന ഒരു പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അത് ഞാൻ ആദ്യം എഴുതിയ നോവലാണ് കേട്ടോ, ഗംഗ എന്ന് പറഞ്ഞിട്ട്. അത് അതിന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. പിന്നെ അതിന്റെ ട്രാൻസ്ലേഷന് 2 നാഷണൽ അവാർഡ് കിട്ടി, ഹിന്ദിയിലേക്ക് മാറ്റിയപ്പോ. അത് നിത്യചൈതന്യ യതിയായിട്ടുള്ള ബന്ധത്തിന് ആധ്യാത്മികമാണ് വിഷയം. വളരെ കഷ്ടപ്പെട്ടിട്ട് എഴുതിയട്ടോ, കാരണം നമുക്ക് ബന്ധമില്ലാത്തതാണ്. പക്ഷെ നിത്യചൈതന്യ യതിയായിട്ടുള്ള ബന്ധം കൊണ്ട് ഞാൻ ഈ ആധ്യാത്മികത മുഴുവൻ പഠിച്ചുണ്ടാക്കി എഴുതിയ നോവലാണ്. ഗംഗാതീരത്ത് നടക്കുന്ന കഥയാണ്. അപ്പൊ ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ, ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സംസാരിക്കാൻ ക്ഷണിച്ചു പോയിരുന്നു. അപ്പൊ അവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടുത്തെ ഘാട്ടുകളിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് ആണ് അവിടുത്തെ ജീവിതം, ഹിന്ദി അറിയുന്നതുകൊണ്ട് ജീവിതം മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പുസ്തകം എഴുതുന്നത്. അപ്പോൾ ആ പുസ്തകം ശരിക്കും ഞാൻ എൻ്റെ പ്രാണൻ തന്നെയാണ് ആ ബുക്ക്. പിന്നെ ഞാൻ പ്രവാസികളെ ഒരു കഥ എഴുതിയിട്ടുണ്ട്, അതാണ് സ്വർഗവാതിൽ. അഷ്റഫ് താമരശ്ശേരി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം ഡെഡ് ബോഡി കയറ്റി അയക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതമാണത്. കാരണം ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും മരിക്കും. അപ്പൊ മരണഭയം ഇല്ലാണ്ടായതാണ് എനിക്ക് ആ പുസ്തകം എഴുതിയിട്ട്. അത് എഴുതി കഴിഞ്ഞ ദിവസം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരേണ്ടതായിരുന്നു, അത്രയും. ഇപ്പൊ കസാൻ സാക്കിസ് പറഞ്ഞ പോലെ നിങ്ങളുടെ സമയത്തിൽ നിന്ന് എനിക്ക് ഇത്തിരി സമയം തരുമോ, ഞാനത് എഴുതി തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പോയതാ. കാരണം അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി എഴുതുമ്പോ നമ്മള് അതിലേക്ക് വീണ് പോയിട്ടേ. അങ്ങനെ അപ്പൊ ആ ഒരു അനുഭവം മറക്കാനാവാത്തതാണ്. അങ്ങനത്തെ കുറെ ഉണ്ട്. പിന്നെ കുറെ പ്രിയപ്പെട്ട കഥകളും ഉണ്ട് കേട്ടോ, കഥകളും. അപ്പൊ MT എപ്പോഴും പറയും സുധീരയുടെ കഥകൾ എനിക്കിഷ്ടം, എല്ലാം ഇഷ്ടമാണ്, പക്ഷെ കഥകളാണ്, കുട്ടീൻ്റെ കഥ ചെറുപ്പം മുതലേ ഞങ്ങൾ കാണുന്നതാണ്, കുട്ടി എഴുതുന്നത് മുതൽക്ക് ഞങ്ങൾ കാണുന്നതാണെന്നൊക്കെ. എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഇത് എടുക്കാൻ വേണ്ടിയ ബയോപിക് പ്രൊഫൈൽ അതെടുക്കുക, പ്രൊഫൈലല്ല, എന്താ പറയാ, ചരിത്രം പോലെ ബയോഗ്രഫി പോലെ അത് എടുക്കാൻ വേണ്ടി അപ്പൊ MTന്റെ അടുത്ത് പോയിട്ട് ബൈറ്റ് കിട്ടിയിരുന്നു. ആ ബൈറ്റിൽ ഇദ്ദേഹം പറയുന്നുണ്ട് കുട്ടീൻ്റെ കൃതികളൊക്കെ ഇഷ്ടമല്ല, മോശമെന്നല്ല പറയുന്നത്, പക്ഷെ കഥകളാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും കഥ എഴുത്തുകാരിയാണ്. ആ കഥ എഴുതാനാണ് ഏറ്റവും പ്രയാസം. ഒരു കഥ എഴുതാൻ, നോവൽ ഇങ്ങനെ ഓരോരോ ചാപ്റ്റർ ആയിട്ട് എഴുതിപ്പോ ഇപ്പൊ ഞാൻ വലിയൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാട്ടോ. 40 ചാപ്റ്റർ എഴുതി, 40 ചാപ്റ്റർ
എഴുതി കഴിഞ്ഞു. ഓക്കെ. കൊൽക്കത്ത ബേസ്ഡ് ആണ് അത്. കൊൽക്കത്തയിൽ ജീവിച്ച് സഞ്ചരിച്ചിട്ട് അവിടെ നേരിട്ട് കണ്ട കാഴ്ചകൾ, അങ്ങനെ ഒരു സംഭവമാണ് അവിടെ. ഞാൻ പറയാം, ഈ ഹിന്ദി ഇത്ര നന്നായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഹിന്ദി ഭാഷയോടുള്ള അനുരാഗമാണ്. പിന്നെ ഞാൻ പാട്ടുകള്, ഹിന്ദി പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ അർത്ഥം അറിയെങ്കിലും കൂടി ചില വാക്കൊന്നും കിട്ടൂല. അപ്പൊ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട്, പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇതിന് ഹിന്ദി പണ്ഡിറ്റായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട്, ഞാൻ ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം. അപ്പൊ എന്നോട് ഇതിന് ഹിന്ദി അല്ലല്ലോ, ഉറുദു ആണ്. ഉറുദു വാക്കുകളാണ് മുഹമ്മദ് റഫി സാഹിബ് ഒക്കെ അധികം പാടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറുദു പഠിക്കാൻ പോയി. അങ്ങനെ ഇപ്പൊ ഉറുദു പഠിച്ചു, ഉറുദുവിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്. അതേപോലെ ഹിന്ദിയിൽ ഇപ്പൊ സാഹിത്യാചാര്യ കഴിഞ്ഞ കൊല്ലം, 2 കൊല്ലം മുൻപാണ് സാഹിത്യാചാര്യയിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായത്. 3 കൊല്ലം പഠിച്ച് 3 കൊല്ലം കുട്ടികളെ കൂടെ ബെഞ്ചിലിരുന്ന് പരീക്ഷ എഴുതി. അത്രയും 4 ദിവസത്തെ പരീക്ഷയാണ്. അത്രയും എഴുതി കുത്തിരുന്ന് പഠിച്ച്. മാമിനോട് സംസാരിക്കും തോറും നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ, ഒരു വ്യക്തിത്വം തന്നെയാണ്. ലാംഗ്വേജ് ഇസ് പവർ എന്നാണല്ലോ പറയുക. ഭാഷ നമുക്ക് അറിയെങ്കിൽ എല്ലാ ഭാഷയോടുള്ള അനുരാഗം നമ്മളെ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് നയിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, ഇപ്പം കബി കബി മേരെ ദിൽമേ എന്നുള്ളത് ഞാൻ പാട്ട്, ഹിന്ദി പാട്ടും ഉറുദു ഗസലുകളും, നമ്മൾ കേട്ട് പരിചയമുള്ള ഗസലുകളും ഞാൻ എന്ത് ചെയ്തു, അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ ഒരു PF ഓഫീസിലെ കമ്മീഷണർ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും PF ഓഫീസിലായിരുന്നു. അപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറാണ് അദ്ദേഹം, ഇപ്പൊ കോയമ്പത്തൂരാണ്. അപ്പൊ അദ്ദേഹം എനിക്കിങ്ങനെ ഗസലുകൾ അയച്ചു തരും. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം കുത്തിരുന്ന് എഴുതി. ചിലത് കണ്ടാൽ എനിക്ക് എഴുതാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അത് ഞാൻ എഴുതി അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മാഡം എന്തായാലും പുസ്തകം എഴുതണം, ഇതൊരു പുസ്തകമാക്കണം, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പ്രിയപ്പെടും. അപ്പൊ ഞാൻ ഈ ബുക്ക് എഴുതാം. അതാണ് എൻ്റെ 101ാമത്തെ ബുക്ക് കേട്ടോ, കബി കബി മേരെ ദിൽമേ. അപ്പൊ അതിലിപ്പോ കബി കബി മേരെ ദിൽമേ എന്നുള്ള പാട്ട് അത് മലയാളം വേർഷനിൽ എഴുതണം. അടുത്ത ഭാഗത്ത് മലയാളിക്ക് വായിക്കാം. വലത്ത് വശത്ത് അതിന്റെ അർത്ഥം. ഞാൻ ഈ 100 പുസ്തകം എഴുതിയ അധ്വാനല്ല, അതിന്റെ 10 ഇരട്ടി ഞാൻ ഇതിനു വേണ്ടി. തീർച്ചയായും അതൊരു വല്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു അല്ലേ. ട്രാൻസ്ലേഷൻ എനിക്ക് എളുപ്പമാണ്, ഞാൻ നല്ല മലയാളത്തിൽ എഴുതും. ഇത് നോക്കിയിട്ട് പിന്നെ അതിന്റെ സംഗീത സംവിധായകൻ ആരാണ് പാടിയത്, ആരെഴുതി, ഇത് 3 ഞാൻ തെരഞ്ഞു പിടിച്ച് എഴുതണം. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ടാണ് മാം ഇപ്പം എത്തിയിരിക്കുന്നത്. എത്രാമത്തെ വർഷമാണ് ഷാർജ ബുക്ക് ഫെയറിൽ? ഇതിപ്പോ എത്രാമത്തെ വർഷമാണ് മാം കടന്നു വരുന്നത്? ഇത് 12ാമത്തെ വർഷമാണ്. ഈ 12 വർഷവും എൻ്റെ പുസ്തകങ്ങൾ പുതിയ പുസ്തകവുമായിട്ട് ഞാൻ വരും. അപ്പോൾ അത് എനിക്ക് നവംബറിലേക്ക് തീർക്കണമല്ലോ, അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ നവംബർ ആകുമ്പോഴേക്കും ആ വർഷം എഴുതാനുള്ള പുസ്തകം റെഡിയാവും. അപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം 101ാമത്തെ ബുക്കാണ്. 2 കഥാസമാഹാരമുണ്ട്, 2 കവിതാ സമാഹാരമുണ്ട്, ഒരു ബാലസാഹിത്യമുണ്ട്. ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ ഓസ്കാർ എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ് കേട്ടോ. ഒരു നായ്ക്കുട്ടീൻ്റെ പേരാ ഓസ്കാർ. ആ കുട്ടിയുടെ കഥ ഒരു കുട്ടിയിലൂടെ അതിനോട് പിന്നെ സാഹിതി എന്ന് പറഞ്ഞിട്ട്, അല്ല ബാലസാഹിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പബ്ലിഷേഴ്സ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്താണ്. പിന്നെ ഇതിൽ 2 കഥാസമാഹാരം ഇറക്കിയില്ല. അത് ഒന്ന് അംഗപരിമിതനായിട്ടുള്ള ഒരാളുണ്ട്. ഓരോ ദിവസവും അയാൾ മോശമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാള് പബ്ലിഷറാണ്, ഷാജി എന്ന് പറഞ്ഞു. ഷാജി താലോറ എന്ന പേര്, കണ്ണൂരുള്ള. അപ്പൊ അദ്ദേഹത്തിന് 2 ബുക്ക് വേണമെന്നുണ്ട്, ഞാൻ കൊടുത്തു. അപ്പൊ ആ ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഷാജി നിസ്സഹായനായിട്ട് എണീക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് എടുത്തിട്ട് സിസ്റ്ററാണ് എല്ലാം ചെയ്തു കൊടുക്കുക. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരണം. ഇവിടെ വരണമെന്ന് മോഹം ഉണ്ടായിരുന്നു, പക്ഷെ സാമ്പത്തിക പരാധീനത മൂലം പറ്റിയില്ല. പിന്നെ എൻ്റെ ഈ 101ാമത്തെ ബുക്ക് റിലീസ് ചെയ്യാൻ വരുന്നത് പിന്നെ ഇബ്രാഹിം സുബ്ഹാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സൗദി അറേബ്യന്ന് അദ്ദേഹം വരികയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ. അത് വലിയൊരു സംഭവമാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാല് മോട്ടിവേഷൻ സ്പീക്കറാണ്. അതേപോലെ ഈ ബിസിനസ് ഓണേഴ്സിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന പുതിയ എന്താ പറയാ പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരാളാണ്, ഭയങ്കര സ്പീക്കറാണ്. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്, നാളെ എത്തും. അപ്പൊ അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊരു സുഹൃത്ത് ദൂരേന്ന് വന്ന് നമുക്ക് വേണ്ടി പിന്നെ നമ്മളെ സംസാരിക്കാൻ വേണ്ടി വരുന്നു. പക്ഷെ 25 മിനിറ്റേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് സമയം ഉണ്ടാവില്ല. എന്നാലും അങ്ങനെയുള്ള കുറേ പേര്, ഇവിടെ ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ ഇന്നെ വലിയ വലിയ ആൾക്കാർ വേണം, ഇവിടുത്തെ എഴുത്തുകാർ വേണം, അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. ആരാണോ അവിടെ ഉള്ളത് നമുക്ക് അവൈലബിൾ ആയത് അവരെ വെച്ച് ബുക്ക് റിലീസ് ചെയ്യും. ഇവിടുന്ന് ചെയ്യണമെന്നേ എനിക്കുള്ളൂ. ഈ 12 വർഷവും എന്നെ ആളെ കണ്ടുവച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല.
എനിക്ക് അങ്ങനെയൊന്നുമില്ല. പുസ്തകം നമ്മൾ ഇറക്കണം, ഇവിടെ വെച്ച് ചെയ്യണം, അതൊരു ഐശ്വര്യമാണ്. പിന്നെ മോഹൻകുമാർ സാറിനെ പ്രാവശ്യം കാണാൻ പറ്റിയില്ല, വലിയ സങ്കടമുണ്ട്. അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമായിട്ട് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ശൂന്യത നമ്മളറിയാം. അപ്പൊ ഞാൻ പറയാണ്, ശിവനില്ലാതെ എന്ത് ദക്ഷയാകെന്ന്. അപ്പൊ അദ്ദേഹം ഇല്ലാതെ, ശിവനില്ലാത്തൊരു ദക്ഷയാഗാണ് ഇവിടെ നടക്കുന്നത്. എങ്കിൽ പോലും അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് അതിന്റെ ബാക്കിയുള്ള സംഘാടകർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം. പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടോ ഇത്തവണ വന്നിട്ട്? അതാണ്, ഇവിടെ വന്നാല് എല്ലാരും ഓടി വരും നമ്മളെ കാണുമ്പോഴേക്ക്. പബ്ലിഷേഴ്സും അതേപോലെ കുറേ ഇവിടെ ഉള്ള ആളുകൾ നമ്മൾ വരുന്ന കാത്തു നിൽക്കുന്നു. ഇന്നലെ സുനന്ദ എന്നൊരു ലേഡി വന്നിട്ട് കാത്തു നിൽക്കുകയായിരുന്നു, ഞാൻ എപ്പോഴാ മാഡം വരും, എനിക്ക് കാണണം. അങ്ങനെ അവർ കൂടെ ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ ഒരു സന്തോഷമാണ്. എല്ലാ പബ്ലിഷേഴ്സിനെയും കാണുന്നു. പിന്നെ മറ്റ് പബ്ലിഷേഴ്സ്, ഇപ്പൊ ഹിന്ദിയിലുള്ള ഒരു പബ്ലിഷർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹിന്ദി ട്രാൻസ്ലേഷൻ തരുമോന്ന്. അങ്ങനെ പല പല പബ്ലിഷേഴ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എന്ന് പറയുന്നത് ഒരു വൻ വൃക്ഷമാണ് അല്ലെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിന്റെ ശിഖരങ്ങളിൽ അനേക രാജ്യങ്ങളിൽ നിന്നുള്ള കഥാകൃത്തുക്കളും എഴുത്തുകാരും സാഹിത്യകാരന്മാരും വന്ന് കൂടുകൂട്ടുന്നു. ഒരു 10 ദിവസം അവരവിടെ വിശ്രമിക്കുന്നു. അതിനുശേഷം വീണ്ടും തങ്ങളുടെ കൂടെ തേടി പറക്കുന്നു. അടുത്ത വർഷം വീണ്ടും വരുന്നു. അതിനുശേഷം എല്ലാവർക്കും ഒരു ഊർജ്ജമാണ്, ഒരു പുത്തൻ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കണ്ട് എല്ലാ ദുഃഖങ്ങളും മറന്ന് എല്ലാവരും സ്നേഹം അനുഭവിച്ച് അങ്ങനെ ഒരു എന്താ പറയാ, അതിരുകളില്ലാത്ത, ഭാഷയുടെ അതിരില്ലാത്ത ഒരു പിന്നെ കൂടിച്ചേരലുകളാണ്. സൗഹൃദം പൂവിടുന്ന കൂടിച്ചേരലുകളാണ്. പുതിയ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുന്നു. ഫ്രണ്ടിന്റെ മകളാണ് അതിഥി അരുൺ എന്ന പേര്. ആ കുട്ടീന്റെ 6ാമത്തെ ബുക്കാണ് ഞാൻ റിലീസ് ചെയ്തത്. ചെറിയ വയസ്സ് മുതൽ ആ കുട്ടി ഇവിടെ ബുക്ക് റിലീസ് ചെയ്യാണ്. അവര് താമസിക്കുന്ന ദുബായിലാണ്, അൽനാദയില്. അപ്പൊ അരുണും ധന്യേന്റെയും മകളാണത്. അപ്പൊ ആ കുട്ടീന്റെ പുസ്തകമാണ്. അപ്പൊ ഒരു കുട്ടിയുടെ ഭാവന എന്ന് പറഞ്ഞാൽ എത്ര ഉന്നതമാണ്, നമ്മൾ അതിശയിക്കും. അത്രയും ഭാവനയുള്ള കുട്ടികളുണ്ടെന്ന്. ശരിക്കും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള എന്ന് പറയുന്നത് ഒരു പ്രായവ്യത്യാസമില്ലാതെ അക്ഷരത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൂടുകൂട്ടാനുള്ള ഒരു മരച്ചില്ലയാണ്. അത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഒന്നും അല്ല. അത് മാത്രല്ല, 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ എഴുതാൻ തുടങ്ങുന്നുണ്ട്. പുതിയതായിട്ട് എഴുത്തിന്റെ ലോകത്തേക്ക് വരുന്നവരുണ്ട്. എന്താണ് മാം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്? ഞാൻ നവംബർ 18-നാണ്. അപ്പൊ അതിനു മുൻപ് നാളെ ഞാൻ അബുദാബിക്ക് പോകും. പക്ഷെ അതിനുശേഷം 16-ന് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, വേറെ ഷാർജ ബുക്ക് ഫെയർ അല്ല. അത് കഴിഞ്ഞ് 17-ന് പിന്നെ മരിച്ചുപോയ ഡോക്ടർ ധനലക്ഷ്മിന്റെ ഒരു കവിതാ സമാഹാരം ഒരു പിന്നെ ഇറക്കുന്നുണ്ട് അവര്. അപ്പൊ അതും കൂടെ റിലീസ് ചെയ്ത് 18-ന് ഞാൻ തിരിച്ചു പോകും. എന്തായാലും വളരെ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു ഇത്തവണ വന്നിട്ടെങ്കിലും അതിനിടയിലും കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത ബുക്ക് ഫെയറിൽ, അടുത്ത 2026-ലെ ഷാർജ ബുക്ക് ഫെയറിൽ വീണ്ടും പുതിയ എഴുത്തുകളും പുതിയ കഥകളും ഒക്കെയായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രത്യാശയോടെ താങ്ക് യു സോ മച്ച് മാം. നമസ്കാരം.